ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഭാഗ്യ വചനധാര എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രണ്ടാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി ചുരുക്കം ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ദൈവഭയമില്ലാത്തവരും ദൈവവചനം അനുസരിക്കാത്തവരുമായ ദുഷിച്ച ഭരണാധികാരികൾക്കും നേതൃരംഗത്ത് പ്രവർത്തിക്കുന്ന സാക്ഷ്യമില്ലാത്ത സകല നേതാക്കന്മാർക്കും എതിരെ യഹോവയായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പും താക്കീതുമാണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാന പ്രതിപാദ്യം. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും അവൻ ഈ രാജാക്കന്മാർക്കും നേതാക്കന്മാർക്കുമെതിരെ നടത്തുന്ന ന്യായവിധിയെക്കുറിച്ചുമുള്ള പ്രവചനം കൂടിയാണ് ഈ സങ്കീർത്തനം. ദൈവനിഷേധികളായ ഭരണാധിപന്മാർ ഒരുമിച്ച് കൂടി ദൈവത്തിനെതിരെ വ്യർത്ഥമായി ഗൂഢാലോചന നടത്തി അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയും തങ്ങൾക്ക് ബോധിച്ച വഴികളിലൂടെ അവർ ദുർഭരണം നടത്തുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവീയമായ നിയമങ്ങളും എല്ലാ ധാർമ്മികതയുടെ ചട്ടക്കൂട്ടുകളും അവർ പൊട്ടിച്ച് എറിഞ്ഞ് അതിനെ അവർ നിരസിച്ചിട്ട് അധാർമികതയിൽ അവർ സ്വൈരവിഹാരം നടത്തുകയാണ്. ഇന്നും ഇത്തരക്കാരുടെ അഹങ്കാര ദുർഭരണം ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകത്തിൽ നാം കാണുന്ന എല്ലാത്തര ക്രൂരതകളും വഞ്ചനയും കൊലപാതകങ്ങളും അടിച്ചമർത്തലുകളും കീഴ്പ്പെടുത്തലുകളും എല്ലാം കൊടികുത്തി വാഴുന്നത്. ഭരണകർത്താക്കളുടെ ഇത്തരം ദുഷിച്ച അധികാര ഗർവിൻ്റെയും അഹങ്കാര മനോഭാവത്തിൻ്റെ നിലപാടുകൾ കാണുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുകയാണ്. കാരണം നിമിഷ നേരത്തേക്ക് മാത്രം ലഭിക്കുന്ന ഈ ഒരു അധികാര കസേരയെക്കുറിച്ചുള്ള ബോധം മനുഷ്യന് അല്പം പോലും ഇല്ലാതെയാണല്ലോ അവൻ ഈ അഹങ്കാര കസർത്തുകൾ കാണിക്കുന്നത് എന്ന് ഓർത്ത് ദൈവം അവനെക്കുറിച്ച് പരിതപിക്കുന്നതാണ് ഈ പരിഹാസ ചിരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ഉള്ള യഹോവയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അവനെ സിയോനിൽ രാജാവായി വാഴിക്കും, അവന് എല്ലാ രാജാക്കന്മാരുടെയും ഭരണകർത്താക്കളുടെ മേൽ അധികാരം നൽകും, അവൻ ഇരുമ്പ് കോൽ കൊണ്ട് ദുഷ്ടന്മാരെ തകർക്കും, കുശവൻ താൻ നിർമ്മിച്ച പാത്രത്തിന് ഉദ്ദേശിച്ച രൂപഭംഗിയില്ല എന്ന് കണ്ടാൽ ഉടച്ച് മറ്റൊന്ന് വാർക്കുന്നത് പോലെ ദൈവഭയമില്ലാത്ത രാജാക്കന്മാരെ തകർത്ത് ദൈവഭയമുള്ളവരെ അവൻ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ ശിക്ഷ കഠിനമായിരിക്കും. ആ എല്ലാ മുഴങ്കാലും യേശുവിന് മുൻപിൽ മടങ്ങും എന്ന് ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നതും ഈ പശ്ചാത്തലത്തിലാണ്, അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ആ പശ്ചാത്തലവും യേശുക്രിസ്തുവിന് നൽകുന്ന പരമാധികാരത്തിൻ്റെ സൂചനയാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടു കൂടി ഉണ്ടാകുന്ന ലോക ഭരണക്രമത്തെക്കുറിച്ചുള്ള പ്രവചനം കൂടിയാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. ആകയാൽ ഭൂമിയിലെ എല്ലാ നേതൃരംഗത്ത് പ്രവർത്തിക്കുന്നവരോടുമായി സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങൾ ഉപദേശിക്കുന്നു. നിങ്ങൾ ബുദ്ധി പഠിക്കണം, അതാണ് ഒന്നാമത്തെ ഉപദേശം. അഹങ്കാരികൾക്കുണ്ടാകുന്ന തകർച്ചയും ശിക്ഷയും കാണുമ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളെ ശോധന ചെയ്ത് നാം വിനയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം വിനയപ്പെടുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എത്രയെത്ര ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലും ചരിത്രത്തിലും നാം കാണും. ഓരോ സംഭവങ്ങളിലൂടെയും ഓരോ പാഠം പഠിക്കുവാൻ നമുക്ക് കഴിയും. താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഉപദേശിക്കുന്നു. ഞാൻ സർവജ്ഞനാണ്, സമർത്ഥനാണ്, എല്ലാവരേക്കാൾ മിടുക്കനാണ്, നീതിമാനാണ് എന്നൊക്കെ സ്വയം നിഗളിച്ച് അഹങ്കരിച്ച് പൊളയുന്നവർക്കെല്ലാം സങ്കീർത്തനക്കാരൻ നൽകുന്ന ഉപദേശമാണ് നിങ്ങൾ ബുദ്ധി പഠിപ്പീൻ എന്നുള്ളത്. രണ്ടാമത്, ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊണ്ട് വിറയലോടെ ദൈവത്തെ സേവിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ ഉപദേശിക്കുന്നു. ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തെ ഭയപ്പെട്ട് പ്രവർത്തിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവ തേജസ്സിലേക്കുള്ള വളർച്ചയാണ് ഓരോ ദൈവപൈതലിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത് നാം വളരുന്നില്ല എങ്കിൽ കുശവൻ്റെ കയ്യിലെ രൂപഭംഗിയില്ലാത്ത പാത്രത്തിന് ഉണ്ടാകുന്ന ദുർവിധിയായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ എന്ന് നാം തിരിച്ചറിയണം. ആകയാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനം അനുസരിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ ഉപദേശം, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീൻ എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പാതി വഴികളിൽ പട്ടുപോയ ഹതഭാഗ്യരുടെ ജീവിതം കാണുമ്പോൾ അത് ഉണ്ടാകാതെ ഇരിക്കുവാൻ പുത്രനെ ചുംബിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചുംബനം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും എല്ലാം അടയാളമാണല്ലോ, പ്രതീകമാണല്ലോ. പുത്രനെ ചുംബിക്കുന്നതിലൂടെ യേശുക്രിസ്തുവുമായി നാം ഏകീഭവിക്കുകയും സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് കടന്നു വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള 4 സന്ദർഭങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മാമോദീസായിൽ ക്രിസ്തുവിനെ നാം ചുംബിക്കുന്നു. കർത്താവിൻ്റെ ശരീരത്തോട് നാം ഒട്ടിച്ച് ചേർക്കപ്പെടുന്ന കൂദാശയാണല്ലോ മാമോദീസ. അപ്രകാരം നാം ഒട്ടിച്ച് ചേർക്കപ്പെടുമ്പോൾ യേശുവിനെ ചുംബിച്ചാണ് അവനുമായി ഒന്നായി മാറുന്നത്. ഈ മാമോദീസ എന്ന് പറയുന്നത് ഒരു കഴുകൽ കൂദാശയും ഒരു ശുദ്ധീകരണ പ്രക്രിയയുമാണ്. ആകയാൽ നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ
എപ്പോഴെല്ലാം നമ്മെ തന്നെ ആന്തരികമായി കഴുകി വിശുദ്ധീകരിക്കുന്നുവോ അപ്പോഴെല്ലാം നാം പുത്രനെ ചുംബിക്കുകയാണ്. രണ്ടാമതായി വിശുദ്ധ കുർബാന അനുഭവത്തിൽ നാം കർത്താവിനെ ചുംബിക്കുന്നു. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നാം ഉള്ളിലേക്ക് സ്വീകരിക്കുകയും കർത്താവിനെ തന്നെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയുമാണല്ലോ കുർബാന അനുഭവത്തിലൂടെ ചെയ്യുന്നത്. വിശിഷ്ട അതിഥികളെ ഭവനത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം ചുംബനത്തിലൂടെയാണല്ലോ അവരെ സ്വീകരിക്കുന്നത്. ഇതുപോലെ ഇവിടെ നമ്മൾ കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന സന്ദർഭത്തിലും ഒരു ചുംബനം നടക്കുന്നുണ്ട്. ഓരോ കുർബാനാനുഭവവും ആരാധനാ പങ്കാളിത്തവും കർത്താവിനെ ചുംബിക്കുവാനും കർത്താവിനെ സ്വീകരിക്കുവാനുമുള്ള അവസരമാണ് എന്ന് നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണം. മൂന്നാമത്, നമ്മുടെ കുമ്പിട്ടുള്ള ആരാധനയിൽ നാം കർത്താവിനെ ചുംബിക്കുന്നു. നമ്മുടെ ആരാധനകളിൽ ഓരോ കുമ്പിടിയിൽ നടത്തുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കാൽപാദങ്ങളെ ചുംബിക്കുകയും അവനെ കീഴ്പ്പെട്ടിരുന്ന് കൊള്ളാം എന്ന് നാം പ്രതിജ്ഞ എടുക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായ പാരമ്പര്യമാണ് ആരാധനയിലെ കുമ്പിട്ടുള്ള നമസ്കാരം. പലപ്പോഴും പുതിയ സഭകളുമായുള്ള ഇടപഴകലിൻ്റെ സ്വാധീനത്തിൽ നമ്മുടെ ഇടയിൽ ഈ പാരമ്പര്യം കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അത് നാം തിരിച്ചറിയുകയും നമ്മുടെ കുമ്പിട്ടുള്ള നമസ്കാരങ്ങൾ നാം വീണ്ടെടുക്കുകയും ചെയ്യണം. നാലാമത്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ നാം ദൈവത്തെ ചുംബിക്കുകയാണ്. സ്നേഹിതന്മാരുടെ പരസ്പര സ്വീകരണം ചുംബനത്തിലൂടെയും ആശ്ലേഷത്തിലൂടെയും ആണല്ലോ സാധാരണ നാം കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാൻ ദൈവവചനം അനുസരിക്കണം എന്ന് യേശുക്രിസ്തു തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. യോഹന്നാൻ 14:23. ഓരോ തവണ ദൈവവചനം അനുസരിക്കുമ്പോഴും നാം ദൈവത്തിൻ്റെ സ്നേഹിതരാവുകയാണ്. അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ നാം ദൈവത്തെ ആശ്ലേഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഈ 2-ാം സങ്കീർത്തനത്തിൽ എത്ര വലിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ആധ്യാത്മിക വളർച്ചയ്ക്ക് ഒരു വിശ്വാസിക്ക് നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം. ആ ഒരു തരത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും കൂടുതലായി ഈ സങ്കീർത്തനത്തിൽ ലഭിക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതയാത്രയ്ക്ക് വഴിവിളക്കാകുവാനും ഇടയാകണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഈ വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം ഐസക് അച്ഛൻ.